ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. പിണറായി വിജയനെ എടാ വിജയ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രാജി വയ്ക്കണ്ട എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു പ്രബല ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുകളാണ്. സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമാ തോമസിനെതിരെ കടുത്ത ഭാഷയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അവരെപ്പറ്റി പറയുന്നത് തള്ള വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസ് സൈബർ കൂട്ടം ആക്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. ഞങ്ങളൊക്കെ തന്നെ യുവജന വിദ്യാർത്ഥി നേതാക്കളും പ്രവർത്തന രംഗത്തൊക്കെ നടത്തിയിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വഹിച്ചിട്ടുള്ളത്. അയാളുടെ അഹങ്കാരത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. അയാളൊരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നിപ്പോൾ വരുന്നുണ്ട്. പിണറായി വിജയനെ എടാ വിജയ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരെല്ലാം എന്തെല്ലാം ബഹളം നിയമസഭയിൽ നടത്തിയാലും അങ്ങറ്റത്തെ ബഹുമാനത്തോടു കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എൻ്റെ അനുഭവത്തിൽ എനിക്ക് VS നയനാർ, ശ്രീ AK ആൻ്റണി, ശ്രീ കരുണാകരൻ അവരൊറ്റൊക്കെ തന്നെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. നിയമസഭയിൽ ശക്തിയായ ഭാഷയിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അതെല്ലാം അങ്ങേറ്റത്തെ മാന്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഉള്ളൂ. ഒന്നിത് ഒരു അറസ്റ്റോട് കൂടിയാണല്ലോ നേതാവാകുന്നത്. ആകെ ഒരു വീര ഇതിഹാസം പറയാനുള്ളത് വെളുപ്പംകാലത്ത് പോലീസ് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു. അത് കേരളത്തിലെ വലിയ ചരിത്ര പാരമ്പര്യമുള്ള ഒരു പത്രം ഇന്ദിരാഗാന്ധിയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ മോഹപ്രസംഗം എഴുതുന്നുള്ള മോഹപ്രസംഗം എഴുതി. കാരണം ഇന്ദിരാഗാന്ധിയൊക്കെ പണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അറസ്റ്റ് ചെയ്തപ്പോഴാണല്ലോ മോഹപ്രസംഗമൊക്കെ പത്രം എഴുതി തുടങ്ങിയത്. ഇത് അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറഞ്ഞ് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. ഈ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പത്രം എഡിറ്റോറിയൽ എഴുതി. ഇനിയിപ്പോൾ ആ എഡിറ്റോറിയൽ മാറ്റി എഴുതാൻ വേണ്ടി പറ്റുമോ? ആ പത്രത്തിന് മാറ്റി എഴുതണമെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾ ഇതെല്ലാം കാണിക്കുന്ന അവസരത്തിൽ അന്നൊന്നും ഈ കോൺഗ്രസ് നേതൃത്വം വിലക്കിയിട്ടില്ല.